ഹായ് ഫ്രണ്ട്സ്, വരുൺ രാധികയുടെ പുതിയ ഭാഗത്തിലെ വരുൺ രാധികയെ ഇങ്ങനെ പരസ്പരം നോക്കിയിരിക്കണേ. മരണത്തിന്റെ മുന്നിലാണെങ്കിലും ദൈവം അനുവദിച്ചു തന്നെ ഞാൻ എന്റെ പെണ്ണിനെ കെട്ടിപ്പിടിച്ച് ഇന്നലെ രാത്രി മുഴുവൻ കിടന്നു. ഇത് കേൾക്കുമ്പോ രാധികയ്ക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. നമുക്ക് പോവാം. അപ്പോഴായിരിക്കും പെട്ടെന്ന് വരുൺ എന്നുള്ള സൂര്യയുടെ വിളിയും മോളേന്നുള്ള ശ്യാമയുടെ വിളിയും കേൾക്കുന്നത്. ഏട്ടാ എന്ന് വരുണും വിളിക്കും. ഈ ശബ്ദം അവര് കേൾക്കുമ്പോ, സർ അത് വരുണിന്റെ ശബ്ദ ഏട്ടാന്ന് വീണ്ടും വിളിക്കുമ്പോ ശ്യാമറിയും, ഏട്ടത്തി വരുണിന്റെ ശബ്ദം കേട്ടു. രാധികയും ഏട്ടാ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. ശ്യാമയ്ക്ക് സന്തോഷാവും. എന്റെ മോളുടെ ശബ്ദം. മോളെ എന്ന് വിളിക്കുമ്പോ ശ്യാമറിയും ഫിദ മേഡം എന്ന് പറഞ്ഞ് ഫിദ മേഡം ഉറക്കെ വിളിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാ. എവിടെ നിന്നാണ് ശബ്ദം വരുന്നതെന്ന് രണ്ടു കൂട്ടർക്കും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണില്ല. എന്നാലും തനിക്ക് വേണ്ടപ്പെട്ടവരുടെ ശബ്ദം കേൾക്കുമ്പോൾ രണ്ടു കൂട്ടർക്കും സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ പോലീസ് പറയും, ശബ്ദം കേൾക്കുന്നതനുസരിച്ച് അവർ ഇവിടെ എവിടെയോ ഉണ്ട്, വരൂ. അങ്ങനെ ഇവര് തെരഞ്ഞു പോകുമ്പോ അവരെ കാണുമ്പോ എല്ലാവർക്കും നല്ല സന്തോഷമാവും. ശ്യാമ രാധികയുടെ കണ്ണിലേക്ക് തന്നെ നോക്കും. രാധിക അവരുടെ അടുത്തേക്ക് ഓടി ചെല്ലും. അമ്മയും മകളും കെട്ടിപ്പിടിക്കുക. അതുപോലെ സൂര്യയും ഓടി വന്ന് വരുണിനെ കെട്ടിപ്പിടിക്കും. ശേഷം വരുൺ സംഭവിച്ച കാര്യങ്ങൾ എല്ലാവരോടും പറയണേ. ഇത് കേൾക്കുമ്പോ എല്ലാവർക്കും നല്ല ഭയമുണ്ട്. അവരിങ്ങനെ പേടിച്ചുകൊണ്ട് കേട്ടു നിൽക്കുന്നത്. പോലീസ് പറയും, നിസ്സാര ഭാഗ്യമല്ല, വീഴ്ചയിൽ പാറക്കൂട്ടത്തിൽ എവിടെയെങ്കിലും തട്ടിയെങ്കില് അവസാനിച്ചതിനെല്ലാം. എനിവേ പെട്ടെന്ന് ഇവരെ മുകളിലെത്തിക്കണം. ശ്യാമ വരുണിനോടാ നന്ദി പറയുന്നത്. താങ്ക്സ് വരുൺ. കൊക്കയിലേക്ക് ചാടുമ്പോ ഞാൻ ഉറപ്പിച്ചിരുന്നു മാഡം, ഇയാൾക്ക് ഒന്നും പറ്റരുതെന്ന്. ശ്യാമ ഇങ്ങനെ കൈകൂപ്പിയാ നിൽക്കുന്നത്. ബിജു പറയും, വീട്ടിലേക്ക് അറിയിക്കണ്ടേ? അവരെല്ലാവരും ടെൻഷനോടെ നിൽക്കുന്നത്. രാധികയുടെ ശ്യാമ പറയും, അമ്മ ഇന്നലെ ഇങ്ങോട്ടും പോയില്ലായിരുന്നു, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നിന്നെ തിരിച്ചു കിട്ടാതെ എനിക്ക് പോകാൻ പറ്റില്ലായിരുന്നു. അമൃത പറയും, ഞാൻ കുറെ നിർബന്ധിച്ചതാ മോളെ. പോലീസുകാര് വഴക്ക് വരെ പറഞ്ഞു. ശ്യാമ വീണ്ടും രാധിക ഇങ്ങനെ കെട്ടിപ്പിടിക്കണേ. അതുപോലെ തന്നെ സൂര്യയും ബിജുവും വരുണയും ചേർത്ത് പിടിച്ച് നിൽക്കണേ. ഏത് സമയം കണിമംഗലത്ത് എല്ലാവരും ഇപ്പോഴും ടെൻഷനോടെയാണ്. പ്രിയങ്ക കരഞ്ഞ് പത്മിനിയുടെ മടിയിൽ കിടക്കണേ. അപ്പോഴായിരിക്കും പരമേശ്വരന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. ഇത് കാണുമ്പോ എല്ലാവരും പേടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അങ്ങനെ എടുത്ത് സംസാരിക്കുന്നത് സൂര്യയാണ്. സൂര്യ പറയും, അവർക്ക് ഒരു കുഴപ്പമില്ല, വീഴ്ചയിലെ ചെറിയ പരിക്കുകൾ മാത്രമേ ഉള്ളൂ. പരമേശ്വരൻ സമാധാനാവുന്നുണ്ട്. എന്നാൽ ബാക്കിയുള്ളവരെല്ലാവരും ടെൻഷനോടെ നിൽക്കുന്നത്. സൂര്യ പറയും, അവരിവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. രാധികയുടെ അച്ഛൻ തളർന്നു കിടക്കാന്ന പറഞ്ഞത്. തിരുമേനിയെ കണ്ടതിനു ശേഷം അവർ കണിമംഗലത്തേക്ക് വരവച്ചാ. ശേഷം പത്മിനി, ദൈവം കാത്തു, രാധികയ്ക്കും വരുണും ഒരു കുഴപ്പമില്ലെന്ന്, ഇങ്ങോട്ട് വരികയാണെന്ന്. പ്രിയങ്കയും ഉർവശിയും ഞെട്ടിപ്പോകുന്നുണ്ട്. അമ്മയ്ക്കും മുത്തശ്ശിക്കൊക്കെ സന്തോഷാവും. ഇത് കേട്ട് ഞെട്ടിലൂടെ കൽപ്പനയും വരും. അങ്ങനെ അച്ഛൻ ഫോണിൽ പറയും, മോനെ എത്രയും പെട്ടെന്ന് അവരെ കൂട്ടി വാ, വരൂ അച്ഛാ, അച്ഛൻ വെച്ചോളൂ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. പിന്നെ അപകടം കരുതി കൂട്ടി ഉണ്ടാക്കിയതാണ്. അതിന്റെ ആളുകളെ പോലീസ് തിരയുന്നുണ്ട്. അത് കേൾക്കുമ്പോ അച്ഛൻ പേടിക്കുന്നുണ്ട്. എല്ലാം ഞാൻ വന്നിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് പറയാം, അച്ഛൻ വെച്ചോളൂ എന്ന് പറഞ്ഞ് ആ കോള് കട്ട് ചെയ്യും. എന്നിട്ട് എല്ലാരോടും പറയും, അവരിപ്പോ വരും. ദേവനാരായണൻ തിരുമേനിയെ കണ്ടതിന് ശേഷം വീട്ടിലേക്ക് വരാന്നാ പറഞ്ഞത്. ഇപ്പൊ പ്രിയങ്കയുടെ മുഖത്ത് നല്ല പേടിയുണ്ട്. മുത്തശ്ശി ഭഗവാനോട് നന്ദി പറയണേ. പ്രിയങ്കയുടെ നൃത്തം കാണുമ്പോ പത്മിനിക്കും, എന്താ മോളെ കേട്ടിട്ട് വിശ്വാസായില്ലേ? മോനെന്താ ഒന്നും പറയാത്തത്? പ്രിയങ്ക ആകെ പേടിച്ചു നിൽക്കണല്ലോ. അത് സന്തോഷം കൊണ്ടാണമ്മേ. ഉർവശിയുടെ മുഖത്തും നല്ല ടെൻഷൻ ഉണ്ട്. പരമേശ്വരൻ പറയും, അമ്മേ അപകടം ആരോ കരുത്തിക്കൂട്ടി ഉണ്ടാക്കിയതാണെന്നാ പറയുന്നത്. അതിന്റെ പിന്നിൽ ആരാന്നുള്ള അന്വേഷണം പോലീസ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ പ്രിയങ്ക ഒന്നുകൂടെ പേടിക്കും. ഉർവശിയും കൽപ്പനയും ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ അച്ഛൻ പറയും, അതിന്റെ പിന്നിൽ ആരാണെങ്കിലും അവർക്ക് അതിനുള്ള ശിക്ഷ കൊടുത്തേ പറ്റൂ, എത്ര ഉന്നതന്മാരായാലും. പ്രിയങ്ക ആണെങ്കിൽ പേടിച്ചുകൊണ്ട് നിൽക്കണേ. ശേഷം പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിലെ യശോദയുടെ മടിയിലെ തളർന്നു കിടക്കാണ് തിരുമേനി. അവിടെയുള്ള ആൾക്കാരൊക്കെ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, തിരുമേനിയുടെ അവസ്ഥ വളരെ മോശമായിട്ടുണ്ട്. ഇതുവരെ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഞങ്ങൾ കുറെ നിർബന്ധിച്ചു, ഒന്നും കുടിക്കുന്നുമില്ല. ഹോസ്പിറ്റലിലേക്ക് വരാനും തയ്യാറാവുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചെന്ന് പറ. അങ്ങനെ യശോദയും അതുപോലെ മുത്തശ്ശിയൊക്കെ അച്ഛനെ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും തിരുമേനി മോളെ കാണാതെ ഒന്നും ചെയ്യില്ലെന്നുള്ള വാശിയില് അവിടെ തന്നെ കിടക്കണേ. ഞാനിനി എന്റെ കണ്ണും കാതും കൂടെ പൂട്ടാൻ പോവാ. യശോദയ്ക്കും എന്തൊക്കെയാ പറയുന്നത്? സ്വച്ഛന്ത മൃത്യു എന്നുള്ള ഒന്നുണ്ട്. അത് മരണം നമ്മളെ വന്ന് കൊണ്ടുപോവല്ല, മരണത്തെ നമ്മൾ ചേർത്ത് പിടിക്കുന്നതാ. ഇനി ഞാൻ കണ്ണു തുറക്കണമെങ്കിൽ എന്റെ മുന്നില് എന്റെ മോള് വേണം. എന്റെ കാതുകൾ തുറക്കണമെങ്കിൽ അവളുടെ അച്ഛന്നുള്ള വിളി വേണം. അല്ലെങ്കിൽ ഈ നിമിഷം മുതലേ ദേവനാരായണൻ മൃത്യുവിലേക്കാ എന്ന് പറഞ്ഞ് ചെവിയും അതുപോലെ കണ്ണുകളും അടക്കിയാണ്. മുത്തശ്ശിയാണെങ്കിൽ ദേഷ്യത്തിലും എന്ന പേടിയിലുമാ. യശോദ സങ്കടത്തോടു കൂടി കരയാ. അപ്പോഴായിരിക്കും അച്ഛാ എന്നുള്ള വിളി കേൾക്കുന്നത്. യശോദയ്ക്ക് സന്തോഷാവും. മുത്തശ്ശി അത് കേൾക്കുമ്പോ വലിയ സന്തോഷമൊന്നുമില്ല. യശോദ പറയും, അത് മോളുടെ വിളിയാണല്ലോ. മുത്തശ്ശി പറയും, ഏയ് തോന്നിയതായിരിക്കും. അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്ന് രാധിക അവിടെ എത്തിയിട്ടുണ്ട്. അച്ഛാ ഈ കിടപ്പ് കാണുമ്പോ രാധിക ആകെ പേടിക്കും. അച്ഛാ എന്ന് വിളിച്ച് ഓടി വരികയാണേ. യശോദയ്ക്ക് നല്ല സന്തോഷാവും. ദേവേട്ടാ മോള്. മുത്തശ്ശിയാണെങ്കിൽ ദേഷ്യത്തോടെ രാധികയെ നോക്കുക. അങ്ങനെ രാധിക വന്ന് അച്ഛാ എന്ന് പറഞ്ഞിങ്ങനെ തൊട്ട് വിളിക്കും. അപ്പോഴേക്ക് പിന്നാലെ വരുണും അങ്ങോട്ടെത്തും. രാധികയെ കാണുന്നതും തളർന്നു കിടന്ന അച്ഛൻ എഴുന്നേറ്റ് മോളേന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുക.
മോളെ അച്ഛൻ പേടിച്ചു പോയി എന്ന് പറഞ്ഞിങ്ങനെ കരയും. രാധികയും അച്ഛനെ ചേർത്ത് പിടിക്കുക. എന്റെ മോള് എന്നിങ്ങനെ അച്ഛനും അമ്മയും മാറി മാറി പറയണേ. രാധികയുടെയും വരുണിന്റെയും കൈകൾ ഇങ്ങനെ അച്ഛൻ ചേർത്ത് പിടിക്കും. അവിടെയുള്ളവരൊക്കെ പറയും തിരുമേനിയുടെ പ്രാർത്ഥന കണ്ണം കേട്ടു. അച്ഛൻ പറയും മോള് വാ നമുക്ക് ഭഗവാനെ കാണാം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ടു പോവാ. അങ്ങനെ അച്ഛൻ ഭഗവാനോട് നന്ദി പറയണേ. ഇനി എനിക്കൊന്നും വേണ്ട, എന്റെ മോളെ തിരികെ കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് മോളെ ചേർത്ത് പിടിച്ചാണ് നന്ദി പറയുന്നേ. അങ്ങനെ അപ്പോഴേക്കും നടയിലേക്ക് യശോദയും വരുണും മുത്തശ്ശിയും അവിടെയുള്ള ആൾക്കാരൊക്കെ വരും. മോനെ ആരാ നിങ്ങളെ കണ്ടെത്തിയത്? അപ്പൊ വരുൺ എങ്ങനെയാണ് രാധികയെ കണ്ടെത്തിയതെന്നും രാത്രിയിലെ രാധികയെ സംരക്ഷിച്ചതും പിറ്റേന്ന് രാവിലെ സൂര്യനെയും അതുപോലെ ശ്യാമയൊക്കെ കണ്ട കാര്യങ്ങളൊക്കെ പറയും. അച്ഛൻ വരുണിന്റെ അടുത്ത് എന്നിട്ട് പറയും ദേവനാരായണന് ആൺകുട്ടി ഇല്ലെന്ന് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അച്ഛൻ തളർന്നു വീഴുമ്പോ കൈ ചേർത്ത് പിടിക്കാൻ എനിക്കിപ്പോ ഒരു മോനുണ്ട്. വരുൺ പറയും അച്ഛാ രാധിക താഴേക്ക് വീണപ്പോ എനിക്ക് വേറെ മാർഗമൊന്നും തോന്നിയില്ല, അതാ ഞാനും കൂടെ ചാടിയത്. മുത്തശ്ശേരി മതി മതി ഇനി എല്ലാവർക്കും വീട്ടിലേക്ക് പോകാൻ നോക്കാം. അങ്ങനെ തിരുമേനി രാധികയെ നോക്കിയിട്ട് പറയും പരിക്കൊന്നും ഇല്ലല്ലോ രണ്ടുപേർക്കും? ഇല്ലച്ചാ ഞങ്ങൾ അവിടുന്ന് നേരെ ഡോക്ടറെ അടുത്തേക്കാ പോയത്. അപ്പോഴാ അച്ഛന്റെ അവസ്ഥ അറിഞ്ഞത്, അതുകൊണ്ടാ നേരെ ഇങ്ങോട്ട് വന്നത്. തിരുമേനിയപ്പോ അവിടെ കൂടെ നിന്നവരോട് നന്ദി പറയണേ. നന്ദിയുണ്ട്. കൂടെ നിന്നവരോടും ആശ്വസിപ്പിച്ചവരോടും. ഒരു രണ്ടാം ജന്മം പോലെയാ എന്റെ കുട്ടികൾ എന്റെ മുന്നിൽ നിൽക്കുന്നത്. എല്ലാം എന്റെ ഭഗവാന്റെ അനുഗ്രഹം. അങ്ങനെ എല്ലാവരും കൂടെ ഭഗവാന്റെ മുന്നിൽ നിന്നിങ്ങനെ പ്രാർത്ഥിക്കും. അപ്പോഴും മുത്തശ്ശി ദേഷ്യത്തോടു കൂടി ആ മുഖം കണിപ്പിച്ചിങ്ങനെ നോക്കുകയാണ് രാധികയെ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്താണ്. അവിടെ കൽപ്പനയും ടീമും കൂടിയിട്ടുണ്ട്. പ്രിയങ്ക പറയും എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്, എന്തെങ്കിലും കാരണവശാൽ പിടിക്കപ്പെട്ടാൽ എന്റെ സ്വപ്നങ്ങളെല്ലാം അതോടെ ഇല്ലാതാവും. കണിമംഗലത്തോ ആറ്റുവാശ്ശേരിയിലോ പിന്നെ എനിക്ക് സ്ഥാനം ഉണ്ടാവില്ല. ഗൗതം പറയും ലൊക്കേഷനിൽ നിന്ന് ഓടിപ്പോയവര് ഒരു കാരണവശാലും പിടിക്കപ്പെടില്ല. അവരെ പോലീസ് പിടിച്ചാലും നമ്മുടെ പേര് പറയില്ല. ആ കാര്യത്തിൽ ഗ്യാരണ്ടി പറയാൻ എനിക്ക് പറ്റും. പ്രിയയ്ക്കും വേറെന്തെങ്കിലും രീതിയിൽ അന്വേഷണം വന്നാലോ? പോലീസുകാരെ ഏതൊക്കെ രീതിയിലെ സഞ്ചരിക്കാന്ന് നമുക്കറിയില്ലല്ലോ. ഉർവശി നീ എന്തിനാ അവനോട് തട്ടി കയറുന്നത്? ഏത് രീതിയിലുള്ള അന്വേഷണം വന്നാലും അത് തടയാനുള്ള മാർഗം നോക്കാന്നല്ലേ അവന് പറഞ്ഞത്. പ്രിയയ്ക്ക് നല്ല ടെൻഷനുണ്ട്. കൽപ്പന പറയും ഞാൻ നിന്നോടൊരു കാര്യം പറയാം. അന്വേഷണം വന്നാൽ പോലും നിന്നെ രക്ഷിക്കാൻ പറ്റിയ രാധികയ്ക്കാ. അതിന് നീ എന്താ ചെയ്യേണ്ടെന്നറിയോ? മനസ്സിലുള്ള ദേഷ്യമൊക്കെ നീ തൽക്കാലം മാറ്റ്. എന്നിട്ട് ചേച്ചിയാണ് നിന്റെ ജീവൻ എന്ന് പറഞ്ഞങ്ങ് കരയാ. അത് പറ്റുമോ നിന്നെ കൊണ്ട്? ഗൗതം പറയും അതെ കൽപ്പന പറഞ്ഞത് സത്യ. നിനക്കെതിരെ അന്വേഷണം തരുമ്പോ അത് രാധിക തന്നെ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ഇതല്ലാതെ വേറെ മാർഗമില്ല. ഉർവശി പറയും എല്ലാവരുടെ മുന്നിൽ നന്നായി അഭിനയിക്കുന്നുണ്ടല്ലോ, സ്വന്തം നിലനിൽപ്പിനല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് നിനക്കിതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ലെന്നറിയാം. പ്രിയ പറയും ചെറിയമേ ഒരു ആപത്ത് വന്നപ്പോഴേക്കും നിങ്ങളുടെ സംസാരമൊക്കെ മാറുന്നുണ്ടല്ലോ. ഈ സമയം ഇതെല്ലാം കണിമംഗലത്തെ മുത്തശ്ശി ഇങ്ങനെ അപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. ഈ സമയം വന്നതേ ഉള്ളൂ. ജനലിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ നോക്കുക. ഇവര് കണ്ടിട്ടില്ല. ഇങ്ങനെ പോയാൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങളെന്നെ ഒറ്റപ്പെടുത്തല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ ഇതോടെ ഒതുക്കാന്ന് കരുതണ്ട. എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്ന് ഞാൻ കണിമംഗലത്തുനിന്ന് പുറത്തായാലും എനിക്ക് പുറകിൽ നിങ്ങൾ 3 പേരും ഉണ്ടാവും എന്ന് പറഞ്ഞ് പ്രിയങ്ക അവിടുന്ന് പോകും. കൽപ്പന പറയും ഇവളെ സൂക്ഷിക്കണം ചെറിയമേ, ഇവളെ നമ്മൾ കരുതുന്ന പോലെ നിസ്സാരക്കാരിയല്ല. ഉർവശി പറയും വരും കൊക്കയിൽ വീണെന്ന് പറഞ്ഞിട്ട് കുലുങ്ങാത്ത മനസ്സവളുടേത്. ഇത് സമയം മുത്തശ്ശി അവിടുന്ന് പോയി കഴിഞ്ഞു. പ്രിയങ്ക നേരെ മുത്തശ്ശിയുടെ മുന്നിലേക്ക് വന്നു പെടുന്നത്. എന്തായിരുന്നു എല്ലാരും കൂടെ അവിടെ? അത് വരുണും ചേച്ചിയൊക്കെ തിരിച്ചു വരുന്നതിന്റെ സന്തോഷം പറയായിരുന്നു. മുത്തശ്ശി വരും എന്നിട്ട് ആ സന്തോഷം നിന്റെ മുഖത്തില്ലല്ലോ. എന്താ മോളെ സന്തോഷ വാർത്ത കേട്ടിട്ട് തളർന്നു പോയതാണോ? പ്രിയ പറയും മുത്തശ്ശി എന്താ പറയുന്നേ? ഞാൻ ആറ്റുവാശ്ശേരിയിലേക്ക് പോവാ. മുത്തശ്ശിക്കും എന്തിനെ? പ്രിയങ്ക പറയും ചേച്ചിയെ കാണാൻ. അതിന് അവരിങ്ങോട്ട് വരില്ലേ? പ്രിയ പറയും ഇല്ല അച്ഛനമ്മയും ചിലപ്പോ ചേച്ചിയെ വിട്ടില്ലെങ്കിലോ? എനിക്ക് ചേച്ചിയെ കാണാതിരിക്കാൻ വയ്യ, ചേച്ചിയെ കണ്ടിട്ട് ഞാൻ ഓടി വന്നോളാം എന്ന് പറഞ്ഞ് പ്രിയങ്ക അവിടെ അഭിനയം തുടങ്ങിയിട്ടുണ്ട്. മുത്തശ്ശിക്ക് ഏകദേശം കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ മുത്തശ്ശിയെ കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്